രാവിലത്തെ മഞ്ഞൊരു കണക്കിന് അങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്കാളും ഉച്ചക്കത്തെ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. ഉച്ചയ്ക്ക് തുണി വിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേളിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ മാവിൽ ഈ പ്രാവശ്യത്തെ ഫസ്റ്റത്തെ മാങ്ങ ഉണ്ടായിക്കണ കണ്ടത് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ അല്ലൂസിന് കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് അവനെ കൊണ്ട് കഴിപ്പിക്കൽ കുറച്ച് ടാസ്ക് ആണ്. ഓറഞ്ച് കൂടുതലും അവന് ജ്യൂസ് ആക്കി കൊടുക്കാനാണ് പതിവ്, അതാണ് അവന് ഇഷ്ടം. ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞത് കാരണം കുറച്ച് ഡീസന്റ് ആണ് ആള്. എന്റെ കൂടെ എല്ലാത്തിനകത്ത് കൂടെ നിന്നോളൂ കേട്ടാ. ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോയ നേരത്തിന് തണ്ണിമത്തലിട്ട് പണിതേന്റെയാണ് ആ കാണുന്നത്. വിഘ്നങ്ങൾ മാറാനായിട്ട് ഗണപതിക്ക് ഫസ്റ്റ് കൊടുക്കുന്ന പോലെ ഒരു കഷ്ണം അങ്ങോട്ട് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ കഷ്ണം കഷ്ണാക്കാണ്. തണ്ണിമത്തം നമ്മൾ ജ്യൂസ് ആക്കുന്നില്ല, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് ഫ്രഷ് ജ്യൂസ് ആക്കി അടിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ് നമ്മുടെ ഓറഞ്ച് കേട്ടാ. ഒരു ഡെക്കറേഷൻ ആ തണ്ണിമത്തനും കൂടി ഞാൻ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അല്ലൂസിന് ആ തണ്ണിമത്തൻ അങ്ങനെ കഴിക്കണമെന്നും പറഞ്ഞു ഒരു കഷ്ണം കടിച്ചപ്പോഴത്തേക്കാളും ബാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ചാടിയിട്ടോ. ഇതിന്റെ ഇടയിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്ലാക്കി കുട്ടി അവിടെ കിടന്ന് കരച്ചിലാണ്. ബ്ലാക്കിക്ക് ഒരു കഷ്ണം കൊണ്ടുപോയി അല്ലൂസ് കൊടുത്തു കേട്ടോ. തണ്ണിമത്തൻ ഗ്ലാസ്സിൽ കുത്തി വെച്ചിട്ട് അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലൂസ് തണ്ണിമത്തൻ ഇട്ടപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കുറേയൊക്കെ ചാടിപ്പോയി. അത് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കൈയൊക്കെ ഇട്ട് ആകെ അലമ്പാക്കി. അതുകൊണ്ട് അല്ലൂസിനെ കൊണ്ട് തന്നെ ആ ജ്യൂസ് മൊത്തത്തിൽ കുടിപ്പിച്ചു. അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വയറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി ഒരു കാണിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കരുത്. എന്റെ നിക്കറിൽ ജ്യൂസ് ആയിട്ടുണ്ട്, അപ്പൊ അത് ഊരി മാറ്റുന്നതാണ്.